ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും ഫാമിലിക്കും സുഖമായിട്ട് പോകുന്നു കേട്ടോ. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ളത് റമദാൻ 1-ൻ്റെ വിശേഷമായിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. കുറച്ച് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാക്കിയെന്നും അതുപോലെ തന്നെ രാവിലെ മുതൽ ഈവനിങ് വരെയുള്ള കുറച്ചൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. മാഷാ അല്ലാഹ് എൻ്റെ കെൻസന്ന് ഫസ്റ്റായിട്ട് നോമ്പെടുക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പൊലിവിലും കൂടെയാണ്. അപ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അവളൊന്ന് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ വ്ളോഗ് എടുക്കാമെന്നും കൂടെ വിചാരിച്ച് അപ്പോൾ ഇതാ ഫുള്ള് ആയിട്ട് കാണും കേട്ടോ. എന്താ പിടിക്കുന്നത്? ISO നോമ്പിയേ? എന്താ വേണ്ടി ഫുഡ്? നാരങ്ങ വെള്ളം. പൈസ പോകുമ്പോണ്ടാ? അയ്യേ നോമ്പില്ല. ഇവിടെ പൈസക്ക് ഗൈസ് നോമ്പില്ല കേട്ടോ. അവളിതപ്പം നീറ്റ് വരികയാണ്. നീറ്റ് വരികയല്ലേ? അല്ലേ? തെറ്റിയതാണ് ഗൈസ്. അങ്ങനെ ഇതാ ക്ലീനിങ് പരിപാടിയൊക്കെ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചെറിയാൾക്ക് നോമ്പില്ലല്ലോ. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കഞ്ഞി ഉണ്ടാക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടീസ് ഉണ്ട് കേട്ടോ. എന്നിട്ട് എനിക്കും കൂടെ ഒന്ന് പോയിട്ട് കുളിക്കാനുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചെറിയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് അരിയും അതുപോലെ തന്നെ കുറച്ച് ചെറുപയറും കൂടെ ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നോമ്പൊക്കെ അല്ലേ. അപ്പോൾ അവൾ മാത്രം ഇപ്പം ഒന്നും കഴിക്കാതിരിക്കണ്ട വിചാരിച്ചിട്ട് ജസ്റ്റ് അങ്ങനെ ഒന്നും ഉണ്ടാക്കാമെന്നാട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അത് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടാട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലോട്ടൊരു ചെറിയൊരു സമ്മന്തി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ മുട്ട പൊരിച്ചതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് അപ്പോഴേക്കും ഓളവിടെ റാക്കിലൊക്കെ കൊത്തിപ്പിടിച്ച് കയറിയിട്ടുണ്ട്. ആൾ മോണ്ടിസോറിയിലാട്ടോ ഫസ്റ്റാണ്. അതുപോലെ മൂത്ത ആൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡാട്ടോ. അങ്ങനെ എന്നോട് പറയാണ് എനിക്ക് നോമ്പാണ്, എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറഞ്ഞ് കുസൃതി കാട്ടിയിരിക്കുക കേട്ടോ. പിന്നെ അവളെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ റാക്കിൽ കയറുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാര എടുത്ത് കഴിക്കാനാട്ടോ. അപ്പോൾ ഇന്ന് പഞ്ചസാര കഴിക്കണേന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് നോമ്പായതുകൊണ്ടാണ് കഴിക്കാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ കഥകൾ പറയാണ് കേട്ടോ. അപ്പോൾ 2 പെൺകുട്ടികളാണ് കേട്ടോ. ഇവളാണ് ഇളയത്, മറ്റാൾ മൂത്തത് കേട്ടോ. അപ്പോൾ അവൾക്ക് ഇന്ന് കുറച്ച് ഫുഡ് ഐറ്റംസ് പറഞ്ഞത് കട്ട്ലേറ്റ് സമൂസൊക്കെയാണ്. അപ്പോൾ അവൾക്ക് അതാട്ടോ ഇഷ്ടം. അപ്പോൾ അതുണ്ടാക്കണം. പിന്നെ പത്തിരി, ബീഫ് കറി, ബീഫ് തേങ്ങ വറുത്തരച്ച കറി ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ സ്പ്രിങ് പൊരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ടേബിളിൽ ഞാൻ ചെറിയ ആൾക്ക് ഫുഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ചായയൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമായിരുന്നു. അങ്ങനെ അപ്പോഴേക്കും കിച്ചണിലെത്തിയപ്പോഴേക്കും കഞ്ഞി നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇത്രയും തിള വന്നതിന് ശേഷം ഞാൻ കുക്കർ പൂട്ടി കൊടുക്കുക. അപ്പോൾ പിന്നെ 2 വിസിലെത്തി. അപ്പോൾ പിന്നെ പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോഴേക്കും ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് റൂമൊക്കെ. ഇനി ഒന്ന് പോയി കുളിക്കാനും കൂടെ ഉണ്ട് കേട്ടോ. കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഒന്ന് കിടന്നിട്ട് പിന്നെ ഒരു 3:30 ആ ടൈമിലൊക്കെ കിച്ചണിലേക്ക് ഇറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ്? ആ ടൈമിലൊക്കെയാണോ ഇറങ്ങുക? അങ്ങനെ ഇവിടെ അപ്പോഴേക്കും മറ്റാൾ കുറച്ച് വാരി ഇട്ടിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നേരാക്കിയിട്ട് വേണം കുളിക്കാൻ പോവാൻ. അപ്പോഴേക്കും ഇവിടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഞ്ഞി ഒന്ന് പോയിട്ട് ഓഫ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ചറിയോ, സ്പ്രിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മസാല വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് മസാല ഒക്കെ പിടിക്കലോ എന്ന് വിചാരിച്ചാൽ അതങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇറങ്ങുന്നത് 3:30 മണിക്കാട്ടോ ഇറങ്ങാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെ ചിക്കൻ അവിടെ വെച്ചതിന് ശേഷം കുളിക്കാനൊക്കെ പോയി. പിന്നെ ഞാൻ വന്നിട്ടുള്ളത് 3:30 മണിക്കാട്ടോ. അങ്ങനെ ബീഫിക്കുള്ള തേങ്ങ ഇവിടെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. തേങ്ങ വറുത്തരച്ച കറിയാട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ അതിൻ്റെ റെസിപ്പീസ് കാര്യങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല, അതെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ കട്ട്ലേറ്റുക്കും സമൂസക്കും കൂടെ ഉള്ള ഫില്ലിംഗ് ആട്ടോ. ഒറ്റടിക്ക് 2 പക്ഷി എന്നുള്ള രീതിയിലാട്ടോ ഉണ്ടാക്കുന്നത്. നോമ്പാകുമ്പോൾ കുറച്ച് തരികിടൊക്കെ ഒപ്പിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഒറ്റ മസാല ആക്കിയിട്ട് പിന്നെ ഞാൻ 1ക്ക് 2ആയിട്ട് സെപ്പറേറ്റ് ആക്കും. സമൂസക്കുള്ളത് അങ്ങോട്ടോ അതുപോലെ തന്നെ കട്ട്ലേറ്റിക്കുള്ളതിൽ ഉരുളക്കിഴങ്ങ് കൂടെ ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കും കേട്ടോ. അപ്പോഴേക്കും ബീഫ് കറിക്കുള്ളത് ഇവിടെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളിയൊക്കെ ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങാരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ചട്ടിയിലോട്ട് മാറ്റിയിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിയൊക്കെ അപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ 2 സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സമൂസക്കുള്ളതും കട്ട്ലേറ്റുക്കുള്ളതും കൂടെ. അങ്ങനെ ഒന്നിലും ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ച് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് കേട്ടോ ഞാൻ പത്തിരിക്ക് നിൽക്കുന്നത്. അതൊക്കെ ഇവിടെ ആക്കി റെഡിയാക്കിയതിന് ശേഷം ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കിയതിന് ശേഷം സമൂസയും കട്ട്ലേറ്റും ഒക്കെ ഇവിടെ ആക്കിയതിന് ശേഷം ഞാൻ പത്തിരിയൊക്കെ ഫുൾ പരത്തിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കണം. അതുപോലെ പൊരിക്കടി ഒന്ന് പൊരിച്ചെടുക്കാനും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിന്ന് ജ്യൂസ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇന്ന് നാരങ്ങ വെള്ളം ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ നോമ്പറക്കുമ്പോൾ ഈ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ കട്ട്ലേറ്റ് ഇവിടെ പൊരിച്ചതിന് പത്തിരിയും ഇവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ
ഞാനതാ ഓരോ ബാച്ചായിട്ട് അങ്ങനെ 8 ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കെൻസ് തന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് കേട്ടോ. അവൾ കട്ട്ലേറ്റിക്കുള്ള മുട്ടയിലൊന്ന് ആക്കി തരുന്നുണ്ട്. പിന്നെ അതും കൂടെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇവർ രണ്ടാളൊന്ന് കുളിപ്പിക്കാനുണ്ട്. അങ്ങനെയൊക്കെ തങ്ങളുള്ളൂ കേട്ടോ ചെറിയ ചെറിയ പരിപാടികൾ. പിന്നെ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ പത്തിരി ഒരു ഭാഗത്ത് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനൊരു 6:20 ആയപ്പോഴാണ് ഫ്രൂട്ട്സും സ്നാക്കൊക്കെ ടേബിളിൽ നിർത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ മാഷാ അല്ലാ ഇതൊക്കെയാണ് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. ഫ്രൂട്ട്സായിട്ട് ബത്തക്കയുണ്ട്, ആപ്പിൾ, മുന്തിരിയും മുസമ്പിയുമാണ് കേട്ടോ. ജ്യൂസ് പിന്നെ ഒന്നും അടിച്ചിട്ടില്ല, നാളെ കാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബാങ്കൊക്കെ തുറന്നപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ ക്യാൻസർ അവിടെ നോമ്പ് ഇറക്കുന്നുണ്ട് കേട്ടോ. അവളെ ഫസ്റ്റ് നോമ്പാണ് മാഷാ അല്ലാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നല്ല അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബായ്.